അവരുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ബനിയനിട്ട് നിൽക്കുന്ന ടെമ്പറേച്ചർ അല്ല, നെഗറ്റീവ് ടെമ്പറേച്ചറാണ്. കാരണം ലൈക്ക് ഫുഡ് അവിടുത്തെ ചിക്കൻ സ്പോയിലായി പോകരുതല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ ഇവർ ഇന്ന് കാലത്ത് 6 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെയൊക്കെയാണ് നിൽക്കുന്നത്. ഐദർ 10 മണിക്കൂർ ഷിഫ്റ്റ് അല്ലെങ്കിൽ 12 മണിക്കൂർ ഷിഫ്റ്റ്, അങ്ങനെ ലക്ഷറി ഷിഫ്റ്റാണ്. കാരണം മുന്നേ ഞാൻ ഇതെങ്ങനെ മണിക്കൂറിൻ്റെ ഇത് അറിയാമെന്ന് പറയുന്നത് ഒന്ന് ഞാൻ അവിടെ ചോദിച്ചു, എത്ര മണിക്കൂർ സ്ലോട്ടർ ഹൗസ് റെഗുലർ ബേസിസിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ മുന്നോട്ടേക്ക് ചിക്കൻ സ്ലോട്ടർ ഹൗസിലേക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ ഏജൻസിക്കാരെ അപ്രോച്ച് ചെയ്തപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഉള്ള ഒരു ബ്രേക്കിന് പുക വലിക്കാൻ പോകുമ്പോൾ ഞാൻ അവരുടെ കൈയൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വിഷമമായിപ്പോയി. ഈ തണുപ്പത്ത് വെള്ളത്തിൽ നനഞ്ഞാണല്ലോ നിൽക്കണേ, അപ്പം ആ കൈയുടെ ഒക്കെ ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊക്കെയും കൂടി ആയിട്ടേ ആകെ മൊത്തത്തിൽ തല ഇങ്ങോട്ട് മരവിച്ചു പോയി. അപ്പം നിങ്ങൾ ജോലിക്ക് കാര്യങ്ങൾക്കൊക്കെ നാട്ടിൽ നിന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ ഒന്ന് അന്വേഷിക്കുക, എവിടെയാണ് ജോലി ചെയ്യാൻ പോണത്, ഏത് ടെമ്പറേച്ചറിലാണ് ജോലി ചെയ്യാൻ പോണത്, എന്താണ് ജോലിയിലുള്ള പരിപാടികൾ കാര്യങ്ങൾ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കയറി വരാം. അവിടെ ഒരാളുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവില്ല, കാരണം കൊല്ലലാണല്ലോ. പ്ലസ് ഒരു എന്തിനാണ് നമ്മൾ പറയില്ലേ, പർപ്പസ് ഓഫ് ലൈഫ്, അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ, ഒന്നുമില്ല, എന്തിനോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന കുറേ ആൾക്കാർ. പക്ഷേ ആദ്യം പറഞ്ഞ വിഷമമുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും. കുറേ ഇന്ത്യൻസും ഉണ്ടായിരുന്നു. ഇത് ഒരു പട്ടിക്കാടിൻ്റെ അറ്റത്തുള്ളൊരു സ്ഥലം കേട്ടോ, അവിടെ കടകളിൽ ഒന്നുമില്ല.